എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ജോബ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിലാണ് ജോലി ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത്. ശമ്പളം 79,000 വരെ ശമ്പളമുണ്ട്. യോഗ്യത പറയുന്നത് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നൊരു ഡിഗ്രി ഉണ്ടായിരുന്നാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. നിങ്ങൾക്കിതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. കേരള സർക്കാർ സ്ഥാപനമായ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നത്. കേരള PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം. മികച്ച ശമ്പളവും സർക്കാർ സ്ഥാപനം ജോലി നേടാനുള്ള ഒരു അവസരവുമാണ്. സ്ഥാപനത്തിൻ്റെ പേരിൽ കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് വേക്കൻസി വിളിച്ചിട്ടുള്ളത്. എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് ആണ്. 37,400 മുതൽ 79,000 വരെ നിങ്ങൾക്ക് സാലറി ഉണ്ട്. പ്രതീക്ഷിച്ച ഒഴിവുകളുമുണ്ട്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. നിയമന രീതി ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും. ഈ റാങ്ക് ലിസ്റ്റ് കുറഞ്ഞത് 1 വർഷം മുതൽ 3 വർഷം വരെ പ്രാബല്യത്തിൽ ഉണ്ടാവാം എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർക്ക് 1 മുതൽ 3 വർഷം വരെ പ്രാബല്യത്തിൽ ഉണ്ടാവാം എന്നും അവരത് പറയുന്നുണ്ട്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. പ്രായപരിധി പറഞ്ഞിരുന്നത് 18-നും 36-നും ഇടയ്ക്കുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. OBC SC ST വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ ഇളവ് ലഭിക്കും. പ്രായപരിധി പരമാവധി 50 വയസ്സ് കവിയാൻ പാടില്ല. വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് അംഗീകൃത സർവകലാശാല ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദം, അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ അല്ലെങ്കിൽ അതിന് തതുല്യമായ യോഗ്യത, ടൈപ്പ് റൈറ്റിംഗ് മലയാള ലോവർ അല്ലെങ്കിൽ അതിന് തതുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ലോവർ, ഷോർട്ട് ഹാൻഡ് മലയാളം ലോവർ ഉണ്ടായിരിക്കണം. ഇത് കൂടാതെ തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം എന്നും അവർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഹാജരാക്കാവുന്നതാണ്. മുൻഗണന ലഭിക്കുന്നതാണ് അതും കൂടെ ഹാജരാക്കുമ്പോൾ. പിന്നെ പറയുന്നത് അവരുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ഫീസ് ഒന്നും തന്നെ ഇല്ല. കേരള സർക്കാരിൻ്റെ PSC വഴിയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടത്. 4% ഭിന്നശേഷിക്കാർക്ക് സംവരണം ഉണ്ടായിരിക്കുമെന്നും പറയുന്നുണ്ട്. അപേക്ഷ കേരള PSCയുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക, പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക, നോട്ടിഫിക്കേഷനിൽ എക്സിക്യൂട്ടീവ് കാറ്റഗറി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് എന്ന് തിരഞ്ഞെടുക്കുക, അപ്ലൈ കൊടുക്കുക എന്നതാണ്. എഴുത്തു പരീക്ഷ ഉണ്ടായിരിക്കും. ജസ്റ്റ് ഒരു OMR ഷീറ്റിൽ നിങ്ങൾക്കൊരു ഓൺലൈൻ ടെസ്റ്റ് നടത്തും. അത് കഴിഞ്ഞിട്ട് കൺഫർമേഷൻസ് നൽകണം പരീക്ഷയ്ക്ക്. അഡ്മിഷൻ ടിക്കറ്റ് പരീക്ഷ 15 ദിവസത്തിന് മുമ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അവസാന തീയതിയായിട്ട് പറയുന്നത് ഏപ്രിൽ 1 രാത്രി 12 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.